നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളൊരു കേന്ദ്ര ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്കുള്ള സുവർണ അവസരമാണിത്. നിങ്ങൾക്കറിയാം, MDS വിളിച്ചിട്ടുണ്ട് അല്ലേ? വെറും 10ാം ക്ലാസ് യോഗ്യത മാത്രം വെച്ച് നമുക്കൊരു കേന്ദ്ര സർക്കാർ ജോലി നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതിനുള്ളൊരു വലിയ അവസരമാണ് ഇപ്പോൾ വന്നുചേർന്നിരിക്കുന്നത്. ആൻഡ് ദെൻ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. MDSനെ കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മാറ്റിയെടുക്കാം. ഓക്കെ അല്ലേ? ആൻഡ് ദെൻ MDS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആൻഡ് ഹവീൽദാർ എക്സാമിനേഷൻ ആണ് 2024 നോട്ടിഫിക്കേഷൻ ആണ് വന്നത്. കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് കരുതാണ്. ഇൻ കേസ് ഇതിനെക്കുറിച്ച് ആരും അറിഞ്ഞില്ല, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും എനിക്ക് ലഭിച്ചില്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മുന്നിൽ ഇനി ഒരാഴ്ച കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ പാഴാക്കി കളയരുത്. ഉടൻ തന്നെ എന്ത് ചെയ്യാനായിട്ട് നോക്കുക, കയറി ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ടൈം ഒരാഴ്ച കൂടിയാണുള്ളത്. ആ ഒരു സമയം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താനായിട്ട് ഓരോരുത്തരും ശ്രമിക്കുക. അതായത് 31/7/2024 വരെയാണ് ഇതിന്റെ ഒരു സമയം എന്ന് പറയുന്നത്. ആ ഒരു സമയം ശരിയായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ആൻഡ് ദെൻ ലാസ്റ്റ് മിനിറ്റ് നോക്കി ആരും ഇരിക്കാതിരിക്കുക കേട്ടോ. ആൻഡ് ദെൻ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് റെസിപ്പിയന്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്നാണ്? 31/7 ഇനി ഒരാഴ്ച മാത്രം. ഓക്കെ, ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ. ആൻഡ് ദെൻ ഡേറ്റ് ഓഫ്, അതായത് നമുക്ക് ഇതിനൊരു കറക്ഷൻ ഡേറ്റ് ഉണ്ട്. അപ്ലൈ ചെയ്തവർക്ക് അങ്ങനെ കറക്ഷൻ ഡേറ്റ് ആഗ്രഹിച്ചവരാണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് 17/8/24 വരെ ആയിരുന്നു. അപ്ലൈ ചെയ്തിട്ടുള്ളവര് കറക്ഷൻ ഡേറ്റിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ചെയ്തു എന്ന് കരുതുകയാണ് കേട്ടോ. അപ്പൊ എന്നാണ് 17/8 ആണ് കേട്ടോ. 17/8 വരെയാണ്. 16/8 മുതലാണ് ആ ഒരു സമയം തുടങ്ങുന്നത്. അപ്പോൾ ആരെങ്കിലും അപ്ലൈ ചെയ്തവർക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് സമയത്തിൽ നിങ്ങൾ ഓർത്തു വെക്കുക. ആൻഡ് ദെൻ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാവുന്നതാണ്, കറക്ഷൻ നടത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ മറക്കാതെ ആരെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ദെൻ ഈ ഒരു എക്സാം എന്നാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം കാലമൊന്നുമില്ല. നമുക്ക് നവംബറിലാണ് ഈ ഒരു എക്സാം വരിക കേട്ടോ. നമുക്ക് എപ്പോഴാണ്? നവംബറിലായിരിക്കും ഈ ഒരു എക്സാം. ഒക്ടോബർ നവംബർ സമയങ്ങളിലായിരിക്കും MDSന്റെ എക്സാം വരാൻ പോവുക. ഓക്കെ, ആൻഡ് ദെൻ ഇതിന്റെ മറ്റു ഡീറ്റെയിൽസിലേക്ക് കടന്നു കഴിഞ്ഞാൽ വേക്കൻസീസ് ആണ് നമ്മൾ പറയുന്നത്. അതായത് MDSും ഹവീൽദാറും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 8000-ഓളം വേക്കൻസി ഉണ്ട്. ഓക്കെ, രണ്ടും കൂടി നോക്കുമ്പോൾ MDSും അതുപോലെ തന്നെ ഹവീൽദാർ പോസ്റ്റ് കൂടി നോക്കുമ്പോൾ നമുക്ക് 8000-ഓളം പോസ്റ്റുകൾ ഉണ്ട്. ആൻഡ് ദെൻ ഇനിയും എന്ത് ചെയ്യാം, ഈ ഒരു വേക്കൻസി ലിസ്റ്റ് കൂടാം. ഓക്കെ, സോ അത്രയും വേക്കൻസി ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ ആരും എന്ത് ചെയ്യരുത്, ഇതിനെ പാഴാക്കി കളയരുത്. ഓക്കെ, ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. എന്താണ്, നമ്മളും ഈ ഒരു MDS കോഴ്സിന് വേണ്ടിയിട്ട് എന്താണ് ക്രാഷ് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. MDS പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ധാരണ ഉണ്ടാവില്ല അല്ലേ? എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, സിലബസ് എന്താണ്, ഏത് രീതിയിൽ കവർ ചെയ്താൽ അവർക്ക് ഇതിനെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും എന്നൊന്നും ഐഡിയ ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. നമ്മുടെ ക്രാഷ് കോഴ്സ് MDSന് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിന്റെ മോർ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ട്, അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ നോക്കാം. നമുക്ക് ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കാം. അപ്പോൾ അതായത് 18 മുതൽ 25 വയസ്സ് വരെയും 18 മുതൽ 27 വയസ്സ് വരെയും എഴുതാവുന്ന എക്സാമുകൾ ഇതിലുണ്ട്. അതില് നമുക്ക് ST ആണെങ്കിലും അതുപോലെ തന്നെ OBC ആണെങ്കിലും എന്തുണ്ട്, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതായത് OBC-കാർക്ക് 3 വർഷം കൂടിയും SC/ST-കാർക്ക് 5 വർഷം വരെയും എന്തുണ്ട്, ഇളവ് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ടൈം എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം, യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതായത് നമ്മൾ ഈ ലിമിറ്റിൽ പറയുന്നതിൽ നമുക്ക് 5 വർഷവും 3 വർഷവും കിട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു സമയത്തെയും കൂടി എന്ത് ചെയ്യുക, ഉപയോഗിക്കാൻ നോക്കുക. അല്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ അയ്യോ 25 വയസ്സ് വരെ പറ്റൂ, എനിക്ക് പറ്റില്ലല്ലോ എന്ന് കരുതി ഇരിക്കരുത്. OBC ആണെങ്കിലും SC/ST ആണെങ്കിലും അവർക്ക് പറഞ്ഞിരിക്കുന്ന ഇളവിൽ പെടുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും.
ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 100 രൂപയാണ് കേട്ടോ. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 100 ആണ്. ആൻഡ് ദെൻ ഇത് വുമൺ കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ട, ഈ ഒരു 100 രൂപ അടയ്ക്കേണ്ടതില്ല. ആൻഡ് ഓൾസോ എന്താണ്, ഷെഡ്യൂൾ കാസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ എന്താണ് ST കാർക്കും ഈ ഒരു തുക ബാധകമല്ല. അല്ലാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് ദെൻ ഇതിന് എന്താണ് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ? MDS ആണ്, കേന്ദ്ര ഗവൺമെന്റ് ജോലിയാണ്, അതുകൊണ്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഭയങ്കര കൂടുതലായിരിക്കും എന്നൊക്കെ ഒരു ധാരണയുണ്ടെങ്കിൽ മാറ്റിവെക്കുക. എത്രമാത്രം മതി? SLC പാസ്സായവരാണോ നിങ്ങൾ, 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു MTS എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു SLC ഉള്ള ആളാണ് എങ്കിൽ, ഈ ഒരു ഏജ് ലിമിറ്റിൽ പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു അവസരത്തിനെ പാഴാക്കി കളയരുത്. എന്തായാലും നമുക്ക് ഒരാഴ്ച കൂടി സമയമുണ്ട്. ആരെങ്കിലും അപ്ലൈ ചെയ്യാണ്ടിരുന്നിട്ടുണ്ട്, ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാതിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായി എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക അല്ലേ. ആപ്ലിക്കേഷൻ അയക്കുക. നിങ്ങൾ നന്നായിട്ട് തന്നെ ഏതെങ്കിലും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു 8000 പേരിൽ നിങ്ങളും ഒരാളായി മാറാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ആൻഡ് ദെൻ ഇനി എല്ലാവരുടെയും ഒരു സംശയമാണ്, ഈ നമ്മുടെ കേരളത്തില് എക്സാം എഴുതാൻ ഇനി ഉത്തരേന്ത്യയിലൊക്കെ പോണ്ടി വരുമോ? അങ്ങനെ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, ട്രിവാൻഡ്രം എന്നിവിടങ്ങളിൽ നമുക്ക് എന്ത് എഴുതാം, ഈ ഒരു എക്സാം സെന്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്സാം എഴുതാം അല്ലെ. പലരും വിചാരിക്കുന്നതാണ് എക്സാം എഴുതുന്നതും കിട്ടുന്നതും ജോലി വാങ്ങുന്നതും ഒന്നും അല്ല. അതിനു മുമ്പേ ചിന്തിക്കുന്നത് സെന്റർ ഇല്ലെന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതാൻ എവിടെയെങ്കിലും ഒക്കെ പോണ്ടി വരുമോ എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ ഒരു ധാരണയൊന്നും വേണ്ട. എന്താണ്, നമുക്ക് ഇത്രയും സെന്റേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായും അപ്ലൈ ചെയ്യുക. നമുക്ക് കേരളത്തിൽ തന്നെ എന്തുണ്ട്, ഇത്രയും സെന്റേഴ്സ് ഉണ്ട്. എറണാകുളവും, കൊല്ലവും, കോട്ടയവും, കോഴിക്കോടും, തൃശ്ശൂരും, ട്രിവാൻഡ്രത്തും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാവുന്നതാണ്. ആൻഡ് ദെൻ പിന്നെ പലർക്കും ഉള്ള മറ്റൊരു സംശയമാണ്, എനിക്ക് ഇംഗ്ലീഷ് അത്ര പോരാ, SLC ആണ് യോഗ്യതയെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ചോദ്യം അല്ലെ, ആ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ, ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ എനിക്ക് എഴുതാൻ പറ്റുമോ എന്ന് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ, എക്സാം എന്തുണ്ട്, മലയാളത്തിൽ നമുക്ക് എക്സാം എഴുതാവുന്നതാണ്. ആ കാര്യത്തിൽ എന്ത് വേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയും കിട്ടും, മലയാളത്തിലും ക്വസ്റ്റ്യൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മുന്നിൽ ഇനിയും ഒരാഴ്ചയുണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായവരാണോ, നിങ്ങളുടെ ഏജ് ലിമിറ്റ് ഈ പറയുന്ന ലിമിറ്റിൽ ഉൾപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, മലയാളത്തിൽ എക്സാം എഴുതാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ, കേരളത്തിൽ തന്നെ ഇത്രത്തോളം സെന്റർ ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് നേടിയെടുത്തുകൂടാ? 8000-ഓളം വേക്കൻസിയാണ് നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനുള്ളവരെല്ലാം അപ്ലൈ ചെയ്യുക. ആൻഡ് ദെൻ AZB അക്കാഡമിയോട് ചേർന്ന് നിങ്ങൾക്ക് MDS കോഴ്സ് പഠിക്കാവുന്നതാണ്. സിലബസിനെ കുറിച്ച് ആശങ്കകൾ വേണ്ട, എന്ത് പഠിക്കണമെന്ന് ഒരു ആവലാതിയും വേണ്ട, ഞങ്ങളോട് ഒത്തുചേർന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സോ മോർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്, അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പർ ഇതാണ്. നിങ്ങൾക്ക് കോൾ ചെയ്ത് വിവരങ്ങൾ അറിയാവുന്നതാണ്. സോ അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.